നമസ്കാരം. പിണറായി വിജയനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണ് എന്നാണ് ഇ ഡി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത്. ഇതോടുകൂടി പിണറായി വിജയൻ കൂടുതൽ വെട്ടിലായിരിക്കുകയാണ്. അതായത് വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് അസാധാരണമായ സംഭവം, ഇ ഡി വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് അസാധാരണമായ സംഭവം എന്നായിരുന്നു പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പറഞ്ഞത്. ഇതിന് മറുപടിയായിട്ടാണ് ഇ ഡി വീണ്ടും വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് അസ്വാഭാവികമല്ല, സ്വാഭാവികമായ ഒരു രീതി തന്നെയാണ്. അത് ഇ ഡി കൈക്കൊള്ളാറുണ്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള മറുപടിയാണ് പിണറായി വിജയന് കിട്ടിയിട്ടുള്ളത്. പിണറായി വിജയൻ അടിമുടി ഞെട്ടിത്തെറിച്ച് ഇരിക്കുകയാണ് ഇത് എന്നുള്ളതാണ്. കൂടുതൽ തെളിവുകൾ കൂടി പുറത്തേക്ക് വരുന്നതോടുകൂടി പിണറായി വലിയ പ്രതിരോധത്തിലേക്ക് ആകും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വീണയെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന പിണറായി തന്നെ ഒരല്പം മലക്കം മറിഞ്ഞ വീണയുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടേണ്ട കാര്യം പാർട്ടിക്കോ മുന്നണിക്കോ ഇല്ല എന്ന രീതിയിൽ സമ്മതിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പിണറായി ഇത് വല്ലാതെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും തന്നെ പ്രേക്ഷകരോട് നമ്മൾ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് തൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് വീണ തൈക്കണ്ടി ഈ രീതിയിലുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കപ്പെടുന്നത്, ഈ രീതിയിൽ ആരോപണ വിധേയമാക്കപ്പെടുന്നത്. മറ്റൊരു സ്വതന്ത്രയായ വ്യക്തിത്വമായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. തൻ്റെയും മകളുടെയും കൈകൾ ശുദ്ധമാണ്, ഒരു ഹവാല ഡീലിങ്ങിലും തങ്ങൾ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനാണ് ഇപ്പോൾ ഒരല്പം മലക്കം മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. CPI ഇതേ രീതിയിൽ ഉള്ള കാര്യം പറഞ്ഞപ്പോൾ CPIയോട് വളരെ വന്യമായിട്ടുള്ള ഒരു പ്രതിരോധമാണ് തീർക്കുവാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു മുന്നണി സംവിധാനത്തിന് നിരക്കാത്ത രീതിയിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നിങ്ങൾക്കില്ല എന്ന് തന്നെ പരസ്യമായിട്ട് പിണറായി വിജയൻ പറഞ്ഞു. അത് ഇതിനെതിരെയുള്ള, അതായത് തന്നെയും മകളെയും ഒറ്റപ്പെടുത്തുവാൻ നോക്കിയ മുന്നണിയിലെ പ്രധാന കക്ഷിക്കെതിരെയുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ്, മറുപടി ആയിട്ടാണ് CPIയുടെ ചില വൃത്തങ്ങൾ പോലും ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPI വളരെ ശക്തമായ ഭാഷയിൽ അപക്വമായ പ്രതികരണമാണ് പിണറായി വിജയൻ നടത്തിയത് എന്ന് പറഞ്ഞത്. പിണറായി വിജയനെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് CPI പ്രതിരോധിക്കുവാൻ ശ്രമിച്ചത്. വിനയ് വിശ്വം വളരെ കൃത്യമായ ഭാഷയിൽ ഈ രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അത് മാത്രമല്ല, പിണറായി വിജയൻ നടത്തിയ ഇത്തരം പരാമർശങ്ങളെല്ലാം തന്നെ വ്യക്തിപരമായി രീതിയിൽ പാർട്ടിയെ കാണുന്നത് കൊണ്ടാണെന്ന് CPM-നകത്ത് നിന്ന് പോലും ചില വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുലംകുത്തിയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ പരനാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ആൾക്കാരെ തരംതിരിവ് നടത്തുന്ന ഒരു രീതിയിലേക്ക് പിണറായി വിജയൻ വീണ്ടും എത്തിയിരിക്കുന്നു എന്നത് അങ്ങേയറ്റം സങ്കടകരമായ കാര്യമാണ് എന്ന് പാർട്ടിയോട് അടുത്തു നിൽക്കുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും ഇത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് CPM-നെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. റിയാസിന്റെ സുഹൃത്തുക്കളുടെ അടക്കം സ്ഥാപനങ്ങളിലേക്ക് റെയ്ഡ് നടക്കുകയുണ്ടായി. അതായത് ക്യാപിറ്റൽ ടൈൽസ് ആൻഡ് മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിലൊക്കെ റെയ്ഡ് നടന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട്ടിലെ വളരെ പ്രബലമായിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ വീടിലും സ്ഥാപനങ്ങളിലും ഒക്കെ റെയ്ഡ് നടന്നു എന്നുള്ള ചില വിവരങ്ങൾ നമ്മൾ നേരത്തെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാകുന്നു. പിണറായി വിജയനോട് ചേർന്നിട്ടുള്ള റിയാസിന്റെയും അനുബന്ധമായിട്ട് നിൽക്കുന്ന സുഹൃത്ത് വലയങ്ങൾക്കിടയിലും പാർട്ടിയുടെ ഇവരുടെ അടുത്ത് നിൽക്കുന്ന പാർട്ടി നേതാക്കന്മാരുടെ സ്ഥാപനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ വീടുകളിലേക്കും ഒക്കെ റെയ്ഡുകളുമായിട്ട് ED പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ തെളിവുകൾ EDക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്ത് തന്നെ ആയാലും പാർട്ടി വല്ലാത്ത പ്രതിരോധത്തിലാണ് പിണറായി വിജയന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയനാണെന്നുണ്ടെങ്കിൽ CPI അടക്കം ഈ രീതിയിൽ മാറ്റി നിർത്തുകയാണ്. അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തന്നെയും തൻ്റെ മകളെയും പ്രതിരോധത്തിലാക്കിയ ഒരു ഘടകകക്ഷിക്ക് കൊടുക്കില്ല എന്ന തരത്തിലാണ് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റിനെ, ആ പ്രസ്താവനയെ വായിച്ചെടുക്കുന്നത് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ED കൂടി വളരെ ശക്തമായ രീതിയിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും പിണറായി വിജയനും പാർട്ടിക്കും അത് ഒരു വലിയ തൃശങ്കു സ്വർഗം തന്നെയാണ് തീർക്കുവാൻ പോകുന്നത്. പാർട്ടി ജില്ലാ കേന്ദ്രങ്ങൾ, അതായത് തിരുവനന്തപുരം ജില്ലയിൽ EDയുടെ റെയ്ഡിനെ തുടർന്ന് ആക്രമിച്ച പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ അതേ ശക്തിയിൽ
പിണറായി വിജയനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് മുൻപിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ നേതൃത്വവും ആ രീതിയിൽ തന്നെ ഒരു മെല്ലപ്പോക്ക് സമീപനമാണ് നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കെ ബാലഗോപാലിനായിരിക്കാം ലഭിക്കാൻ പോകുന്നത്. എന്ത് തന്നെ ആയാലും CPI ഈ രീതിയിൽ കടന്നാക്രമിച്ച CPM-നെ പ്രതിരോധത്തിലാക്കാൻ ചിലപ്പോൾ മുന്നണിയിൽ നിന്ന് തന്നെ CPI പുറത്തേക്ക് പോയേക്കാം. അങ്ങനെയെങ്കിൽ CPM-ന്റെ കേരളത്തിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഏറെ ദുർബലമായി CPM മാറുന്ന ഒരു ഘട്ടമായിരിക്കും പിന്നീട് ഉണ്ടാകാൻ പോകുന്നത്. കുറച്ച് അംഗങ്ങൾ മാത്രം വെച്ചുകൊണ്ട്, വളരെ കുറച്ച് 30-ൽ താഴെ അംഗങ്ങളെ മാത്രം വെച്ചുകൊണ്ട് കോൺഗ്രസിനെ UDF-നെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും CPM-ന് സാധിക്കില്ല. പ്രത്യേകിച്ചും ഇപ്പോഴും ഏറ്റവും അധികം ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്നത് CPM ആയതുകൊണ്ട് തന്നെ അത് PSC-യുടെ വിഷയമായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമായാലും ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഈ രീതിയിലുള്ള എല്ലാ വിഷയങ്ങളുടെ മേലും വലിയ പ്രതിരോധത്തിൽ പാർട്ടി ആയിരിക്കുന്ന സമയത്ത് CPI വിട്ടുപോയാൽ തീർച്ചയായും അത് CPM-ന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം പിണറായി വിജയന്റെയും മകൾക്കും നേരെ യഥാർത്ഥത്തിൽ വീണ വിജയനിലേക്കല്ല ഇപ്പോൾ കേസ് എത്തി നിൽക്കുന്നത്, അത് പിണറായി വിജയനിലേക്കാണ്. പിണറായി വിജയന്റെ ബിനാമിയാണ് വീണ വിജയൻ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വാർത്തയാകുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോഴിക്കോട് മുതലക്കുളത്ത് പാർട്ടി രാഷ്ട്രീയ വിശദീകരണ യോഗം ചേർന്നത്. എന്നാൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിന് പകരം മുദ്രാവാക്യങ്ങൾ മാത്രമാണ് പാർട്ടി വിളിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് പാർട്ടിക്ക്, അതായത് പിണറായി വിജയനോ മകൾക്കോ ഇതിൽ പങ്കില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വിടുന്നതിന് പകരം ED-ക്കെതിരെ അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനെതിരെ ഒക്കെയുള്ള മുദ്രാവാക്യങ്ങൾ വിളികളിൽ കാര്യങ്ങൾ ഒതുക്കി നിർത്തുകയാണ്. ഇത് തീർച്ചയായിട്ടും പാർട്ടിക്ക് നേരെയുള്ള സംശയങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് പോലും ദീർഘനാളത്തെ നേതൃപാഠമുള്ള പിണറായി വിജയന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവ വൃന്ദത്തെയും പാർട്ടിയെ അനുകൂലിക്കുന്നവരെയും ഏറെ പ്രതിരോധത്തിൽ ആക്കുന്ന കാര്യമെന്നത്. രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കുക എന്നത് കൃത്യമായ തെളിവുകൾ ഞങ്ങൾ ഇതിലേക്ക് പങ്കില്ല. അതോടൊപ്പം തന്നെ വീണ വിജയൻ ഇത്രയധികം സർവീസുകൾ ഈ കമ്പനിക്ക് CMRL-ന് ചെയ്തു കൊടുത്തു എന്നതിന് ഒരു രീതിയിലുള്ള രേഖകളും പുറത്തുവിടുവാൻ വേണ്ടിയിട്ട് നിലവിൽ CPM-ന്റെ കയ്യിലില്ല. അതോടൊപ്പം തന്നെ ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനം പുതിയ ഒരു അഴിമതി കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനവും വീണ തൈക്കണ്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും നേരത്തെ പുറത്തുവിടുവാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതും മറ്റൊരു പ്രശ്നമാണ്. റിയാസിനും പിണറായി വിജയനും ഒന്നും തന്നെ ഇനി കൂടുതൽ വീണയെ പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇതിലുള്ള പങ്ക് മറച്ചു വയ്ക്കുവാനോ കഴിയില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ കൂടുതൽ ചർച്ചയാവുന്നത്. ഏതായാലും ഇത് വിഷയം ഏറെ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷം പ്രതിരോധത്തിലായിരിക്കുന്നു, പ്രത്യേകിച്ചും CPM. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.